സ്റ്റക്കായി പോയ ഷോർട്സിൽ എങ്ങനെ വീണ്ടും വ്യൂസ് കൊണ്ടുവരാമെന്നാണ് കേട്ടോ. അപ്പോൾ അത് പലർക്കും അറിയത്തില്ല എങ്ങനെ കൊണ്ടുവരാമെന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ സ്റ്റക്കായ ഷോർട്സിൽ എങ്ങനെ വീണ്ടും നമുക്ക് വ്യൂസ് കൊണ്ടുവരാം എന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം. പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, വളരെ യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടുകയാണെന്ന് വെച്ചാൽ ഒരു ലൈക്കും കമന്റും ഷെയറും പിന്നെ ഹൈപ്പും പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഹൈപ്പ് അറിയാത്തവർ പലരും ഉണ്ടാവും. അപ്പം ഞാൻ സൈഡ് സ്ക്രീനിൽ കാണിക്കാം. നമ്മുടെ മെസ്സേജ് ബോക്സ് ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് വീഡിയോന്റെ താഴെ തന്നെ ഒരു ഫസ്റ്റ് മെസ്സേജ് കമന്റ് ഉണ്ടാകത്തില്ലേ? കമന്റിന്റെ സൈഡായിട്ട് 2 ഡോട്ട് ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മുടെ ലൈക്ക് കമന്റ് ആ സെക്ഷനിൽ തന്നെ ഹൈപ്പ് എന്ന് എഴുതി കാണിച്ച് അതിന്റെ ചിഹ്നവും ഉണ്ടാവും. ഓക്കെ, പലർക്കും കിട്ടിയില്ല എന്ന് പറയുന്നു. 500 മുതൽ 5 ലക്ഷം വരെ ഉള്ളവർക്കാണ് ഹൈപ്പ് കിട്ടുക എന്നാണ് യൂട്യൂബ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും കിട്ടുക ആയിരിക്കും കേട്ടോ. അപ്പോൾ കിട്ടാത്തവര് വിഷമിക്കണ്ട. അപ്പോൾ പറ്റിയാൽ ഈ വീഡിയോയ്ക്ക് ഒരു ഹൈപ്പും കൂടെ ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ഏകദേശം 58 യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ചേർത്ത് പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. താല്പര്യമുള്ളവർ അതും കൂടെ ഒന്ന് കാണണേ. ഓക്കെ, അപ്പൊ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് സ്റ്റക്കായി പോയ ഷോർട്സിൽ എങ്ങനെ വീണ്ടും വ്യൂസ് കൊണ്ടുവരാം എന്നാണ് കേട്ടോ. അപ്പൊ അത് പലർക്കും അറിയത്തില്ല എങ്ങനെ കൊണ്ടുവരാമെന്നത്. അങ്ങനെ കൊണ്ടുവരാൻ പറ്റും, തീർച്ചയായിട്ടും കൊണ്ടുവരാൻ പറ്റും. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ടൈറ്റിലായാലും തമ്പനയിലായാലും എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുവരെ ആരും അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചിരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ ഒരു ഏകദേശം 100-150 ഇങ്ങനെ വ്യൂസ് വന്നുകൊണ്ടേയിരിക്കും. 500 വരെ എത്തി നിൽക്കൂലേ, സ്റ്റക്കായി നിൽക്കാറുണ്ട്. പിന്നെ കൂടി വന്ന 2000-2500 ആ ലെവലിലെത്തും. ചെറിയ ചെറിയ യൂട്യൂബേഴ്സിന്റെ കാര്യമാണോ ഞാൻ ഇപ്പോൾ പറയുന്നത്. എന്നെ പോലെയുള്ള ചെറിയ ചെറിയ യൂട്യൂബേഴ്സിന്റെ കാര്യമാണ്. അപ്പോൾ കൂടി വന്ന 5000-6000 വരെ എന്നാലും സ്റ്റക്കായി നിൽക്കൂലേ. അപ്പോൾ നമ്മൾ ഇതിന്റെ കാരണം എന്തെന്ന് നോക്കാറുണ്ടോ? നോക്കാറേ ഇല്ല ചിലപ്പോൾ. അങ്ങനെ പോകും. പിന്നെ അടുത്ത ദിവസം അടുത്ത ഷോർട്സ് ഇടും. പക്ഷെ നമ്മൾ ഓരോ ഷോർട്സ് ഇടുമ്പോഴും അതിന്റെ സ്റ്റക്കായി പോയ കാരണം എന്തെന്ന് കണ്ടെത്തുകയാണെന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും ഇടുന്ന ഷോർട്സിന് വ്യൂസ് കൂട്ടാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എല്ലാവരും വ്യൂസില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. വ്യൂസ് വരണമെങ്കിൽ എന്താണ്, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഷോർട്സ് ആയിരിക്കാം. നമുക്ക് ഷോർട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഉദാഹരണം പറയാം, KL ബിജു, പിന്നെ വേറെ എന്താണ് ഫിറോസിക്ക, അങ്ങനെ കുറെ പേരൊക്കെ ഉണ്ടല്ലോ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബർ. അവന്റെ ഷോർട്സുകളൊക്കെ നോക്കി, അവർ കൂടുതലും ഷോർട്സ് ആണ് ഇടുന്നത്. അവന്റെ ഷോർട്സ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് അടുത്തത് എന്താണ്. ഇപ്പോൾ ഒരു ഇത് കാണുമ്പോൾ ആദ്യത്തെ ഷോർട്സിലെ ഭാഗം കാണുമ്പോൾ അടുത്തത് എന്താണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ. അങ്ങനെയുള്ള ഷോർട്സുകളാണ് പെട്ടെന്ന് വിജയിക്കാറുള്ളത്. വിജയിക്കുക പറഞ്ഞാൽ നല്ല മില്യൺ വ്യൂസിലേക്ക് എത്താറുള്ളത്. അപ്പൊ നമ്മുടെയൊക്കെ ചിലപ്പോൾ ചെറിയ ചെറിയ നമ്മളെന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഇടുന്ന ഷോർട്സുകളായിരിക്കാം. നല്ല ഷോർട്സും ഉണ്ടാവും, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ തമ്പനയിൽ ചിലപ്പോൾ മോശമായിരിക്കാം, ടൈറ്റിൽ മോശമായിരിക്കാം. ടൈറ്റിൽ തന്നെ നമ്മൾ എഴുതുമ്പോൾ എന്തെങ്കിലും നമുക്ക് ക്യൂരിയോസിറ്റി തോന്നിക്കുന്ന ടൈറ്റിൽ കൊടുക്കണം. മനസ്സിലായോ? നമ്മൾ അതിൽ തന്നെ മുഴുവനായി നീട്ടി വലിച്ച് എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ കാണത്തില്ല. അപ്പൊ ചിലവർക്ക് നമുക്ക് അറിയാൻ പറ്റില്ല നമ്മൾ എന്താ കൊടുക്കണം എന്താണെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല, നമ്മൾ കൊടുത്തു പോകും. അതുകൊണ്ടാണ് നമുക്ക് ഷോർട്സിൽ വ്യൂസ് തീരെയില്ലാത്തത്. ഷോർട്സിൽ നല്ല വ്യൂസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ സാധിക്കും. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഇല്ലാന്ന് വിഷമിക്കുന്നവർ ഷോർട്സ് നന്നായിട്ട് ക്രിയേറ്റിവിറ്റിയോടുകൂടി ചെയ്യാൻ നോക്കുക. മനസ്സിലായോ? അപ്പോൾ ഷോർട്സ് ഇട്ടിട്ടാണ് എനിക്ക് എന്താ പറയുക ഏകദേശം പകുതിയോളം സബ്സ്ക്രൈബേഴ്സ് കിട്ടിയത്. അപ്പോൾ നമ്മൾ എത്രത്തോളം ഷോർട്സ് നല്ലതാക്കുന്നോ അത്രയും നമുക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സ് വരും. അപ്പോൾ നമ്മൾ ഡെയിലി പക്ഷെ ഷോർട്സ് ഇട്ട് പോകണം. ഒരു ഷോർട്സെങ്കിലും ഡെയിലി ഇടണം. എങ്കിൽ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടി വരാൻ സാധിക്കും. ഷോർട്സ് ഇടാതെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ടോട്ടലായിട്ട് ഇങ്ങനെ കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കുറേ നമ്മൾ ഇട്ട് പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ ഇടയിൽ വെച്ച് ചിലപ്പോൾ ഒരു ഗ്യാപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 മാസം 2 മാസത്തോളം ഗ്യാപ്പൊന്നും വരാതെ നോക്കണം. വന്നു കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണമാണെങ്കിലും വ്യൂസിന്റെ എണ്ണമാണെങ്കിലും കുറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഒരുപാട് നീട്ടി വലിച്ചു പോകുന്നില്ല, കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ അറിയാം, അതിൽ തമ്പനയിൽ വെക്കാനും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഞാൻ മുമ്പ് ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അല്ലാതെയും ഒരുപാട് യൂട്യൂബിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. അത് കണ്ടു നോക്കുക. ഇടാൻ അറിയാത്തവരൊന്നും ഉണ്ടാകില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റക്കായി പോയ ഷോർട്സ് എങ്ങനെയാണ് വീണ്ടും പൊക്കിക്കൊണ്ട് വരാം എന്ന് ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത ശേഷം കണ്ടന്റിന് ക്ലിക്ക് ചെയ്യുക. കണ്ടന്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോസ്, ഷോർട്സ്, ലൈവ് എന്ന് കാണും. അപ്പോൾ ഷോർട്സ് ആണ് ഇപ്പോൾ ആവശ്യം. ഷോർട്സിന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏത് വീഡിയോ ആണോ തീരെ വ്യൂസ് കുറവെന്ന് നോക്കുക. പല വ്യൂസിലും ഷോർട്സിലും വ്യൂസ് കുറവായിരിക്കാം. പക്ഷെ നമുക്ക് ഏകദേശം
വീണ്ടും ഓടിക്കാൻ പറ്റിയ ഒരു ഷോർട്സ് എടുക്കുക. അപ്പോൾ ഞാൻ ഇത് നോക്കുന്നുണ്ട്. ഇതിൻ്റെ ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ് കുഴപ്പമില്ല. അപ്പോൾ ഇത് വേണ്ട. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുക. ചിലപ്പോൾ 500, 600, 900 ഇങ്ങനെ നിൽക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ ഓരോന്നും ഇങ്ങനെ നോക്കുക. അപ്പോൾ നമുക്ക് തന്നെ തോന്നത്തില്ലേ അതിൻ്റെ തമ്പനയിൽ മോശമാണെന്ന്. അത് നോക്കുക. അപ്പോൾ അത് നോക്കിയപ്പോഴും അതിൻ്റെ ഇംപ്രഷനും കുഴപ്പമില്ല. അപ്പോൾ വേറെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുഴപ്പമില്ല. അപ്പോൾ വീണ്ടും വേറെ ഒന്നും കൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയിട്ട് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും അത് സ്റ്റക്കായി പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ് വളരെ കുറവാണ് കേട്ടോ. ലോ ആണ് കണ്ടോ. ആരോ മാർക്ക് സെൻറ്ററിൽ താഴേക്ക് കാണിക്കുന്നത്. അപ്പോൾ അതെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വ്യൂസ് മേലോട്ട് തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഇംപ്രഷനാണ് കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻഗേജ്മെൻ്റ് എടുത്ത് നോക്കുക. അപ്പോൾ 29% വരെ കണ്ടിട്ടുള്ളൂ. 70% പേരും സ്വാപ്ഡ് ആക്കിയിട്ട് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഓഡിയൻസ് റിറ്റൻഷൻ എന്ന് പറയുന്നത് കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ, ആദ്യത്തെ കുറച്ച് കണ്ടിട്ടുണ്ട്, പിന്നെ ആരും മുഴുവനായിട്ട് കാണാൻ ശ്രമിച്ചില്ല. അപ്പോൾ അതാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഷോർട്സിലും ഇതുപോലെ ഒരുപാട് സ്റ്റക്കായി പോയ ഷോർട്സുകൾ കാണും. അപ്പോൾ നോക്കുക. കണ്ടില്ലേ, അപ്പോൾ വ്യൂസ് വെറും 578 ഉള്ളൂ. 1 സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് നോക്കി മനസ്സിലാക്കിയ ശേഷം തമ്പനയിൽ ആണോ പ്രശ്നമെന്ന് നോക്കിയിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തമ്പനയിൽ തന്നെയാണ് പ്രശ്നം ഇതിൻ്റെ. അപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്യാം. കുറച്ച് സ്ലോ ആണ് കേട്ടോ. അപ്പോൾ മാനേജ് വീഡിയോസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ ഷോർട്സ് സെക്ഷൻ എടുക്കാം കേട്ടോ. ഷോർട്സിൽ കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ആ വീഡിയോ നമ്മൾ കണ്ടില്ലേ, മറ്റേ ഇത് പിടിച്ച് നിൽക്കുന്നത് അതാണ് കേട്ടോ. ഐക്കൻ്റെ ഇത് പിടിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ. അത് കണ്ടില്ലേ, 578 വ്യൂസ്. അതിനെ എഡിറ്റ് ചെയ്യുക. സൈഡ് 3 ബട്ടൺ ഡോട്ട് കാണത്തില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എഡിറ്റ് വീഡിയോ എന്ന് വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ തമ്പനയിലിൻ്റെ മേലെയായിട്ട് ഒരു പെൻസിൽ ചിഹ്നം കാണും. കണ്ടില്ലേ, ഇതിൽ തമ്പനയിൽ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റുള്ളൂ. നേരത്തെ ഒന്നും ഇങ്ങനെയില്ല. ഇപ്പോഴാണ് ഇതിൻ്റെ തമ്പനയിൽ മാറ്റാനുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത് കുറേ ആയിട്ട്. അപ്പോൾ കണ്ടില്ല, ആ പെൻസിൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള തമ്പനയിൽ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. പക്ഷേ കുറച്ച് സ്ലോ ആയിരിക്കും കേട്ടോ. കാരണം നമ്മൾ രണ്ടാമത് വീണ്ടും എഡിറ്റ് ചെയ്ത് ചെയ്യല്ലേ, അതുകൊണ്ട് കുറച്ച് സ്ലോ ആയിരിക്കും. അപ്ലോഡ് ചെയ്ത ശേഷം ആയതുകൊണ്ടാണ്. അപ്പോൾ ഇത് തന്നെ ഞാൻ ഫസ്റ്റത്തെ തന്നെ കൊടുക്കാൻ നോക്കുന്നുണ്ട്. നെറ്റ് കുറച്ച് സ്ലോ ആണ് കേട്ടോ, പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതന്നെ സെലക്ട് ചെയ്താൽ മതി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സേവ് ചെയ്യുന്നില്ല. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്നിട്ടുണ്ട്. നെറ്റ് സ്ലോ ആയത് കാരണം പെട്ടെന്നൊന്നും ക്ലിക്ക് ആകുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. പെൻസിൽ ചിഹ്നം കാണുന്നുണ്ടല്ലോ, അതിൽ ആണ് കേട്ടോ എഡിറ്റ് ചെയ്ത് തമ്പനയിൽ മാറ്റേണ്ടത്. അപ്പോൾ ഇനി ഞാൻ ടൈറ്റിൽ ചേഞ്ച് ഒന്നും ചെയ്യുന്നില്ല. ഇത് തന്നെയാണ് കൊടുക്കുന്നത്. കാരണം സേവ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അത് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ തന്നെ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഷോർട്സുകളും ഇതുപോലെ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തമ്പനയിലാണെങ്കിലും ടൈറ്റിലാണെങ്കിലും ഒക്കെ ചേഞ്ച് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. ഓക്കെ, ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും കമൻറ്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.